കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തെക്കൻ കേരളത്തിൽ രൂക്ഷമായ കടലാക്രമണമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നലെ രാത്രിയുണ്ടായ കടൽക്ഷോഭത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കേരള തീരത്ത് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിലെ പല തീരങ്ങളിലും ശക്തി പ്രാപിച്ചത്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ, വിഴിഞ്ഞം, മുതലപ്പൊഴി തീരങ്ങളിൽ തിരമാല ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറി. പൂത്തറ ഭാഗത്തെ പല വീടുകളും ഭാഗികമായി തകർന്നു. പലയിടങ്ങളിലും കടൽ റോഡിലേക്ക് കയറി. വീടിനകത്ത് വെള്ളം കയറി പുള്ളിപ്പോൾ വന്ന് കണ്ടല്ലേ, വീടിനകത്ത് വെള്ളം കയറി. ആ ഭാഗത്തൂടെ അടിച്ച് കയറുമ്പോഴേ ഇതിൻ്റെ മേളിൽ കൂടെ ടെറസിൻ്റെ മേളിൽ അടിച്ച് വീഴുന്ന വെള്ളം. നേരത്തെ ഇത്രയൊന്നും ബാധിക്കത്തില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിൽ നമ്മുടെ വീട് സെപ്റ്റിക്ക് വേണ്ടി അവർ 10 ലക്ഷം രൂപ തരാം. നിങ്ങൾ എവിടെയെങ്കിലും പോയി വീട് സ്ഥലം മേടിച്ച് താമസിക്കാൻ 10 ലക്ഷം രൂപ 30 ലക്ഷം രൂപ എടുത്ത് വീട് വെച്ചിട്ടേ പോകാൻ പറ്റുമോ? നമ്മൾ മത്സ്യത്തൊഴിലാളികളില്ലേ, ജോലിക്ക് പോകണ്ടായോ? ജോലിക്ക് പോകണ്ട എങ്ങനെ കഴിയും നമ്മൾ? ആലപ്പുഴയിൽ തോട്ടപ്പള്ളി, പുറക്കാട്, അയ്യൻകോയ്ക്കൽ തീരങ്ങളിൽ ശക്തമായ കടലാക്രമണമാണ് അനുഭവപ്പെട്ടത്. രാത്രിയോടെ ഈ പ്രദേശങ്ങളിൽ കടൽ ഇരച്ചു കയറി. കൊല്ലം നഗരത്തിലെ മുണ്ടയ്ക്കൽ, വെടിക്കുന്ന, ഇരവിപുരം, കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഭാഗങ്ങളിലായാണ് രൂക്ഷമായ കടൽക്ഷോഭമുണ്ടായത്. മുണ്ടയ്ക്കൽ, വെടിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികൾ ഭീതിയിലാണ്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇന്ന് അർദ്ധരാത്രി വരെ അതിതീവ്ര തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.